മല്ലു ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. കോഹ്ലിയെ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെങ്കിലും അത് സംഭവിക്കാൻ സാധ്യത തീരെ കുറവാണെന്നാണ് സൂചനകൾ. കോഹ്ലിയെ തടയാനുള്ള BCCIയുടെ നീക്കത്തിനെതിരെ വിമർശനം ശക്തമാണ്. പല മുൻ താരങ്ങളും ഇതിനെതിരെ ആഞ്ഞടിച്ചു കഴിഞ്ഞു. ലോകകപ്പ് ജയിക്കണമെങ്കിൽ കോഹ്ലി ഉറപ്പായും ടീമിൽ വേണമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കോഹ്ലിയെ ലോകകപ്പിൽ കളിപ്പിക്കേണ്ടെന്ന തീരുമാനം BCCI സെക്രട്ടറി ജയ്ഷായുടേത് മാത്രമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ലോകകപ്പ് ടീമിൽ കോഹ്ലി വേണ്ട എന്നതിനെ കുറിച്ച് സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളുമായി സംസാരിക്കാനും അവരെ ഇത് ബോധ്യപ്പെടുത്താനുമുള്ള ചുമതല അഗാക്കറിനാണ് ജയ്ഷ നൽകിയിരിക്കുന്നത്. 15-ാം തീയതി വരെ അഗാക്കറിന് ഇതിന് സമയവും അനുവദിച്ചിരുന്നു. പക്ഷേ കോഹ്ലി ലോകകപ്പിൽ വേണ്ടെന്ന ജയ്ഷയുടെ അഭിപ്രായത്തോട് അഗാക്കറിന് യോജിപ്പില്ലെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഈ കാരണത്താൽ തന്നെ സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളുമായി അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ലോകകപ്പിൽ കോഹ്ലി വേണ്ട എന്നതിനെ കുറിച്ച് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ നായകൻ രോഹിത് ശർമ്മയോടും ജയ്ഷ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്തു വില കൊടുത്തും കോഹ്ലി ലോകകപ്പ് ടീമിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രോഹിത്. ഇതോടെ കോഹ്ലിയുടെ കാര്യത്തിൽ BCCIയും സെലക്ഷൻ കമ്മിറ്റിയും രണ്ട് തട്ടിലാവുകയും ചെയ്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ രോഹിത്തും എതിരായതോടെ ജയ്ഷയ്ക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണെന്നാണ് മാധ്യമ പ്രവർത്തകൻ സത്യപ്രകാശ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. അഗാർക്കറും രോഹിത്തും കോഹ്ലി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനാൽ ലോകകപ്പ് സ്ക്വാഡിൽ അദ്ദേഹം തീർച്ചയായും ഉണ്ടാവുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നാണ് വിവരം. ജൂണിൽ വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക എന്നിവിടങ്ങളിലായിട്ടാണ് T20 ലോകകപ്പ് നടക്കാനിരിക്കുന്നത്. ഇവിടുത്തെ പിച്ചുകൾ സ്ലോ ആണെന്നും സ്പിന്നർമാരെ തുണയ്ക്കുന്നതാണെന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ തരത്തിലുള്ള പിച്ചുകളിൽ സ്പിന്നർമാർക്കെതിരെ കോഹ്ലിയുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ മികച്ചതല്ലെന്നും ഇക്കാരണത്താൽ തന്നെ ലോകകപ്പ് സ്ക്വാഡിൽ ആവശ്യമില്ലെന്നുമാണ് BCCIയുടെ വാദം. കുറെ കൂടി അഗ്രസീവായ ഇത്തരം പിച്ചുകളിൽ നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെയാണ് പകരം BCCI നോട്ടമിടുന്നത്. 2011 ഇന്ത്യ ലോകകപ്പ് ചാമ്പ്യന്മാരായപ്പോൾ മുഖ്യ സെലക്ടർ ആയിരുന്ന K. ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവർ കോഹ്ലിയെ T20 ലോകകപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. കോഹ്ലി ഇല്ലാതെ T20 ലോകകപ്പ് കളിക്കാനോ യാതൊരു ചാൻസുമില്ല. T20 ലോകകപ്പിൽ കോഹ്ലി ഇല്ലാതെ പറ്റില്ല. 2022 കഴിഞ്ഞ ടൂർണമെന്റിൽ നമ്മളെ സെമി ഫൈനലിൽ എത്തിച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ആരാണ് കോഹ്ലി ഇത്തവണ ലോകകപ്പിൽ ഉണ്ടാവില്ലെന്നെല്ലാം പറയുന്നത്? ഇവയെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇന്ത്യക്ക് ലോകകപ്പ് ജയിക്കണമെങ്കിൽ കോഹ്ലി ഉറപ്പായും സ്ക്വാഡിൽ വേണമെന്നും ശ്രീകാന്ത് ആവശ്യപ്പെടുന്നു. ലോകകപ്പ് വേദികളായ വിൻഡീസ്, അമേരിക്ക എന്നിവിടങ്ങളിലായി 10 T20 ഇന്നിംഗ്സുകളിൽ കോഹ്ലി കളിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും 290 റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.